സോ ഹലോ ഗൈസ്, അപ്പം നമ്മൾ നമ്മളെ വണ്ടിക്ക് എന്തായാലും ചെറിയൊരു ഓട്ടം ഉണ്ട്. കുറച്ച് ദിവസമല്ല ഞാൻ ഇവൻ്റെ വിളിച്ചത്. നമ്മളെന്തായാലും ഒരു പുതിയ കാർ എടുക്കുന്ന തിരക്കിലായിരുന്നു. എൻ്റെ വീഡിയോ എന്തായാലും വരുന്നതായിരിക്കും. നമുക്കിപ്പോൾ ഇതൊരു കോളനിന്ന് ജസ്റ്റ് ഒരു അവിടെ കൊണ്ടിരിക്കാൻ കുറച്ച് പേരൊക്കെ പോകുന്ന ഒരു ചെറിയ ട്രിപ്പ് കിട്ടി. അപ്പം ആ ട്രിപ്പിന് പോവാണ്. നമ്മുടെ വണ്ടി ചെറുക്കാനിപ്പോൾ കഴിഞ്ഞ ദിവസം നല്ല ഒരു ആക്സിഡൻ്റ് ഒക്കെ വന്നു. നമ്മുടെ വണ്ടി നമുക്കൊന്നും പറ്റിയില്ല, ഒരു ലോറിക്കാരൻ വരുന്ന വണ്ടിക്ക് ഇടിച്ചായിരുന്നു. നമ്മുടെ വണ്ടിക്കൊന്നും പറ്റിയില്ല. അപ്പോൾ നമ്മളെന്തായാലും ട്രിപ്പ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ പുറകിൽ നിന്ന് ഇവിടെ 2 വണ്ടിയായിട്ടാണ് വന്നത്. നമ്മുടെ വണ്ണസായിട്ടാണ് വന്നത്. വണ്ണസും വേറൊരു വണ്ടിയായിട്ടാണ് നമ്മൾ പോകുന്നത്. വണ്ണസും നമ്മുടെ വണ്ടിയും പിന്നെ വേറെ ഐരാവത എന്ന് പറഞ്ഞ വണ്ടിയും കൂടെ ആയിട്ടാണ് പോകുന്നത്. സ്റ്റാൻഡിന് പുറകിൽ നിന്ന് നമ്മളിപ്പോൾ ഇറങ്ങുവാണ്. അവർ വേറെ ആൾക്കാർ 2 കോളനിക്കാരായിട്ടാണ് പോകുന്നത്. വെച്ചാൽ ഒരു പഞ്ചായത്ത് തന്നെയാണ്, പക്ഷേ 2 കോളനിക്കാരായിട്ടാണ് പോകുന്നത്. ഫസ്റ്റ് ആൾക്കാർ നമ്മളും സെക്കൻഡ് അവരുമാണ്. അപ്പം നമ്മളെന്താ ചെറിയൊരു ട്രിപ്പാണ് അവർ പറഞ്ഞേക്കുന്നത്. ഇതൊരു ഊട്ടി ആ ഭാഗം ആയിട്ടാണ്. അവിടെ എന്തോ ഒരു വലിയ ബിൽഡിംഗ് ആണ് ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മുടെ ഐഫൽ ടവർ പോലത്തെ എന്തോ ഒരു ചെറിയ സംഭവം അവിടെ അത് സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. ചെറുക്കൻ നമ്മൾ കുറച്ച് അപ്ഗ്രേഡ് ഒക്കെ ചെയ്തായിരുന്നു. അകത്ത് നമ്മൾ നല്ല എക്സ്ട്രാ ലൈറ്റ്സും സബ് വൂഫറും ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എന്തായാലും വരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ടൂർ വീഡിയോയുടെ പാർട്ട് 2 ഞാൻ എഡിറ്റ് ചെയ്യായിരുന്നു. ആ സമയത്ത് നമ്മൾ വീഡിയോ എഡിറ്റൊക്കെ എല്ലാം ചെയ്തു, പക്ഷേ സ്ക്രീൻ റെക്കോർഡ് വർക്ക് ആകുന്നില്ല. എന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്യാൻ എല്ലാം സെറ്റായി, വീഡിയോ എടുക്കാൻ വരെ വന്നു. ഞാൻ നോക്കുമ്പോൾ സ്ക്രീൻ റെക്കോർഡ് ഒന്ന് എന്തോ എററായിരുന്നു. പിന്നെ അത് ശരിയാക്കി കഴിഞ്ഞ ദിവസമാണ്. അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ ഇടുന്നത്. പിന്നെ നമ്മൾ വേറൊരു ചാനലിൽ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്രണ്ടിൻ്റെ ചാനലാണ്. അവന് PUC എന്നുള്ളത്. നമ്മൾ അത്യാവശ്യം കൺസൾട്ടേഷൻ ആയിട്ട് വീഡിയോ ഒക്കെ വരുന്നുണ്ട്. മാക്സിമം ലൈവ് ആൾക്കാർ ജോയിൻ ചെയ്യുക. പിന്നെ ഇവിടെ അബീസ് വ്ളോഗറിന് തന്നെ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ടുണ്ട്. അത് ഈ ലൈവിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം കിട്ടുമായിരിക്കും. നമ്മൾ ഈ ഒരു വഴിയാണ് പോകുന്നത്. നമ്മൾ ഏത് ട്രിപ്പാണ് നമ്മൾ വണ്ടി ഇടിച്ചതെന്ന് പറഞ്ഞാൽ ഈ സ്കൂളുണ്ട് ഈ സൈഡിൽ കാണുന്നത്. ഈ സ്കൂളിൽ നമ്മൾ ജസ്റ്റ് ട്രിപ്പ് പോയായിരുന്നു പിള്ളേർക്കായിട്ട്. ആ ട്രിപ്പിൻ്റെ അന്നാണ് നമ്മുടെ വണ്ടി ഇടിച്ച് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇറങ്ങി. ഫ്രണ്ടിൽ നിന്ന് മറ്റേ ഒരു പെട്രോൾ ലോറി ഇല്ലേ, ആ സാധനം കയറി വന്നു ഒറ്റ ഇടി. നമ്മളെന്തായാലും ആ സമയത്ത് നമ്മുടെ വണ്ടി നമ്മുടെ കൂട്ടുകാരൻ അവൻ ശരിയാക്കി. ഇപ്പോൾ നമ്മൾ ഏകദേശം എത്താറായി കേട്ടോ. ആ സ്ഥലം ഇതാണ് നമ്മുടെ സ്ഥലം. ഇവിടെ നിന്നാണ് നമ്മൾ ട്രിപ്പ് എടുക്കുന്ന ഒരു കോളനി. ആ ഭാഗം ഇതാണ്. വണ്ടി തട്ടുവും ചെറിയ പേടി. നമുക്കെന്താ റിവേഴ്സൊക്കെ നോക്കിയെടുക്കാം. വണ്ടി തട്ടാൻ ചാൻസ് കുറവാണ്, എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് നോക്കി. ഇവിടുന്ന് ടയർ കിടന്ന് കറങ്ങുന്ന ഈസോടെ കിടന്ന് വലിയ ആൾക്കാരൊന്നും ആക്കണ്ടോ, തട്ടിയിട്ടില്ല, എന്നാലും നമുക്ക് നോക്കിയെടുക്കാം. ടയർ കിടന്ന് കറങ്ങുന്നുണ്ട്. പുറകിൽ നിന്ന് വണ്ടിയൊക്കെ ഹോൺ അടിക്കുന്നുണ്ട്. അവർ കയറി പോകാനായിരിക്കും, എല്ലാവരും ധൃതിക്കാരല്ലേ. ഒരു വില്ലേന്നാണ് നമ്മൾ പോകുന്നത്. ഇതുണ്ട് സൊസൈറ്റിയാണ് ഇത്. ഇവിടെ നിന്നാണ് ഓക്കെ. ആൾക്കാരെല്ലാം ഫ്രണ്ടിൽ പോകണം. നമ്മളിപ്പോൾ തൽക്കാലം ഫോണിന്നിട്ട് കയറുന്നില്ല, കാരണം വലിയ വയസ്സായവരൊക്കെ ഉണ്ടാവണം. നമ്മൾ പക്ഷെ എന്തായാലും വൈബ് ട്രിപ്പാണ്. നമ്മൾ പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഈ ട്രിപ്പിൽ, അതാണ് മെയിൻ ഇത്. പിന്നെ നമ്മൾ വണ്ടിയുടെ എഡിഷൻ്റെയും വേണ്ടിയിട്ടുള്ള നിങ്ങൾ മാക്സിമം കമൻറ്റ് ഞാൻ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ വണ്ടിയുടെ പേര് എങ്ങനെയുണ്ടെന്ന് പറയാം. നമ്മുടെ ഒഫീഷ്യൽ നെയിമാണ് ഈ സ്മാർട്ട് ബോയ് എന്നുള്ളത്. സംഭവം ആൾക്കാരൊക്കെ കയറിയിട്ടുണ്ടെന്നാലും നമ്മളെന്തായാലും ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നതായിരിക്കും. എല്ലാവരും നോക്കിക്കോ, ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നതായിരിക്കും. മറ്റേ പോലെ മടിച്ചേക്കത്തില്ലേ, സ്കൂൾ വർക്കൊക്കെ കണ്ട് നമ്മളെന്തായാലും പെട്ടെന്ന് സെക്കൻഡ് പാർട്ട് ഇടുന്നതായിരിക്കും. നമുക്കെന്തായാലും സെക്കൻഡ് പാർട്ട് മറ്റേ ടൂർ വീഡിയോയുടെ അന്ന് സെക്കൻഡ് പാർട്ട് അതിനെ എഡിറ്റ് ചെയ്തായിരുന്നോടാ. പക്ഷെ അത് ഇട്ടായിരുന്നു, പക്ഷേ കിട്ടുന്നില്ലടാ. യൂട്യൂബിൽ നിന്ന് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. എന്തായാലും എഡിറ്റൊക്കെ ചെയ്ത് വെച്ചേക്കാം. പക്ഷേ അപ്പോൾ ഇതിൽ കറങ്ങിപ്പോയി ഒരു ഹൈവേ വഴിയാണ് നമുക്ക് പോകേണ്ടത്. എന്തായാലും വണ്ടി എല്ലാവരും ഇപ്പം തന്നെ വിശപ്പാന്ന് പറയുന്നത്. പിന്നെ ഞാനും ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ അത്യാവശ്യം വൈകിട്ടാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ എന്തായാലും ഇപ്പോൾ ഇറങ്ങിയാൽ അവിടെ രാവിലെ എങ്കിലും ആകുമ്പോൾ എത്തത്തുള്ളൂ. ഇപ്പം തന്നെ എത്ര മണിയായി എടാ? ഇപ്പോൾ 8 മണിയാന്ന് പറയത്തില്ല കേട്ടോ. കണ്ട 8:20 7:21 ആയിട്ടുണ്ട്. ഇപ്പോൾ 7:21. വലിയതായിട്ട് ഇരുട്ടൊന്നും വന്നിട്ടില്ല, എന്നാലും ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് എല്ലാ വീട്ടുകാരും. നമ്മളെന്തായാലും കയറി പോകണം. പിന്നെ നമ്മുടെ കിളിച്ചിറക്കനുണ്ട് കേട്ടോ. അവനെന്തായാലും നമ്മൾ കഴിഞ്ഞ ദിവസം അപ്പോയിൻറ്റ് ചെയ്തേ ഉള്ളൂ. ചെറുക്കൻ നമുക്ക് എന്തായാലും ഇപ്പോൾ ഹാർഡ് ട്രിപ്പൊക്കെ നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ വണ്ടി കൊണ്ട് നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു, ഊട്ടി തന്നെ. അപ്പോൾ വണ്ടി കയറാനൊക്കെ പറയുന്നത് എന്ന് വെച്ചാൽ ഒരു ഒറ്റ വഴിയാണ്. അതിൽ കൂടെ വണ്ടി കയറുന്നത് ഭയങ്കര പാട്. അയ്യോ നമ്മൾ എന്തായാലും മറ്റേ വണ്ടി പോകുന്നില്ല, മറ്റേ ബസ് പോകുന്ന വഴി കൂടെ അറിയാതെ കയറിപ്പോയി. ഈ അത്യാവശ്യം നല്ല ലാഗ് അടിക്കുന്നുണ്ടോ. മറ്റേ ഊട്ടി പോയപ്പോൾ ഒറ്റ 1 വേ ആയിരുന്നു സാധനം. അപ്പുറത്തുനിന്ന് ലോറി വന്നപ്പോൾ നമ്മൾ അവന്മാർക്ക് സൈഡൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചെറുക്കനാണ്. അവൻ്റെ ബർത്ത്ഡേ പാർട്ടിയുടെ വീഡിയോ ഒക്കെ എന്തായാലും വരുന്നതായിരിക്കും. എന്തായാലും മാക്സിമം എല്ലാവരും കാണുക. പിന്നെ നമ്മുടെ സിലിണ്ടറൊക്കെ മാറി പുത്തനാക്കി വെച്ചിട്ടുണ്ട്. എന്നാലും കഴിഞ്ഞ ദിവസം നമ്മൾ സിലിണ്ടർ ഉപയോഗം വന്നിട്ടില്ലായിരുന്നു. എന്നാലും എക്സ്പയറി ഡേറ്റ് ചെയ്യുമ്പോൾ എല്ലാ മാസവും മാറുന്നുണ്ട്. പക്ഷെ നമ്മളെന്താ കുറച്ച് ദൂരം ഹൈവേയിലൂടെ കിടക്കണം.
ഹൈവേ ഉണ്ട്, അതിലെയാണ് കയറി പോകുന്നത്. ഇവിടെ പെട്ടെന്ന് ഹോട്ടലിൽ നിർത്താനാണ് പറയുന്നത്. പക്ഷെ അത്യാവശ്യം 100 110 റേഞ്ചിലാണ് വിടുന്നത്. പക്ഷെ വളവൊക്കെ വരുന്നുണ്ട്. അന്നേരം നമ്മൾ ബ്രേക്ക് പിടിക്കാൻ നൈസായിട്ട് കയറുവാണ്. ഇവിടെ എന്തൊരു റോഡ് 2 ഇതായിട്ടുണ്ട്. ഇത് വണ്ണസുകാർ, അവര് വണ്ണസ് വന്നു, അവര് ആളെ കയറ്റാൻ പോകുന്നതായിരിക്കും. അവിടെ സൈഡ് കാണാം, അവന്മാരുടെ സൈഡ് വരാത്ത സ്പ്രൈറ്റോസ് ആണ് രാത്രി. ഇതേ കേസ് ഞാൻ പറഞ്ഞ ആ വണ്ടി ഇതുണ്ടോ, സൈഡിൽ കൂടെ കയറി പോകേണ്ട ആ വണ്ടിയാണത്. ഈ വഴി കൂടെ പോവാണ് നമ്മൾ ഇന്നും നിർത്തത്തില്ല. അപ്പോൾ നമ്മൾ ഹൈവേ എത്താറായിട്ടുണ്ട്. ഹൈവേ എത്തിയെന്ന് നമ്മൾ ഇടവഴിയാണ് കയറുന്നത്. ഹൈവേ എത്തിയിട്ടുണ്ട്. യെസ്. അപ്പോൾ ഇവിടെ എങ്ങാനും ഹോട്ടലുണ്ടെങ്കിൽ പെട്ടെന്ന് നിർത്തണം, എല്ലാവരും വിശക്കുമ്പോൾ നിൽക്കുകയെന്ന് പറഞ്ഞു. ഇപ്പോൾ സമയം 8:52 ആയിട്ടുണ്ട്. യെസ്. നമ്മൾ എന്നാലും 1 മണിക്കൂർ എടുത്ത് ഹൈവേ എത്താൻ വേണ്ടി. കുറച്ച് പാടാണ്. ഇവിടെ ഒന്നും ഹോട്ടൽ കാണുന്നില്ല. ഹോട്ടൽ കണ്ടാലും വണ്ടി നിർത്താടൊന്നും ഇല്ല. പക്ഷെ ഇത് എന്തൊരു വില്ലയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലായിടവും പകുതി സൈഡ് കോളനി കേസ്. എന്നാലും നമുക്ക് പെട്ടെന്നൊരു ഹോട്ടൽ തപ്പാൻ കേസ്. അത് അപ്പുറത്തടി ജസ്റ്റ് ഒരു ഹോട്ടൽ നമ്മുടെ മാപ്പിൽ കാണിക്കുന്നുണ്ട്. നോക്കാം എന്തായാലും അവിടെ കയറി നിൽക്കാം. അവിടെ ഓപ്പൺ ആണോ എന്നൊന്നും അറിയത്തില്ല. നമുക്ക് എന്തായാലും ആരും ഹോട്ടലിൽ കയറി വെക്കാം. പക്ഷെ ആ ഫ്രണ്ടിൽ കാണുന്ന ബിൽഡിംഗ് ഇല്ല, അത് അവിടെ നമ്മളെന്തായാലും കുറച്ചുകൂടെ ദൂരം കയറി നിന്നിട്ടുണ്ട്. ഇപ്പോൾ 9 മണിയായി കേസ്. നമ്മളെന്താ 9:50 1 മണിക്കൂർ കേട്ടോ പോയി ഹോട്ടലിൽ തപ്പി. ഇവിടെ വണ്ടിയുള്ളവരൊക്കെ സ്നാക്സ് ചെയ്തിരിക്കുകയാണ്. വിശക്കുന്നെന്ന് പറഞ്ഞാൽ നമ്മളെന്തായാലും ഹോട്ടലിൽ തപ്പുവാണ് കേസ്. നമ്മളെന്തായാലും സൈഡിൽ വണ്ടി ഇടാൻ ഒരു സ്ഥലം കണ്ടുപോകണം, അവിടെ എന്തായാലും ഹോട്ടലിൽ കയറുന്നതായിരിക്കും കേസ്. അതേ ഒരു ഹോട്ടൽ വണ്ടി നമ്മളെന്തായാലും അങ്ങോട്ട് വണ്ടി കയറ്റട്ടെ കേസ്. ആ ഫ്രണ്ടിൽ കാണുന്ന ഹോട്ടൽ ഹോട്ടലല്ലേ? അതെ അതെ അതെ, ഹോട്ടലാണ് കേസ്. നമുക്ക് എന്തായാലും അവിടെ അങ്ങോട്ട് വണ്ടി കയറ്റാടാ. കേസ് അവിടെ വണ്ടി കയറ്റാടയില്ലേ? നമുക്ക് ഇവിടെ കയറ്റാം കേസ്. ഇവിടെ ഇടാം. ഇവിടെ ഇട്ടിട്ട് ഇവിടെ വണ്ടി ഇട്ടാൽ നമുക്ക് അങ്ങോട്ട് പോവാം. ഓഹോ കേസ്, എൻ്റെ പാർട്ട് 2 വരുന്നതായിരിക്കും. എല്ലാവരും നോക്കിയിരിക്കാനല്ല എന്ന് വെച്ചാൽ ഞാൻ മടി പിടിക്കത്തില്ല. നമ്മളെന്തായാലും നാളെ തന്നെ മിക്കവാറും വീഡിയോ ഇടുന്നതായിരിക്കും. ഇന്ന് ഇട്ട് നാളത്തെ ഇടുന്നതായിരിക്കും. അപ്പോൾ ആൾക്കാരെല്ലാം വിശന്നിറങ്ങിയ വണ്ടി എടുത്തേ കൊടുക്കട്ടെ, അവരെന്തായാലും പോയിട്ട് കേട്ടെ കേസ്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവരെല്ലാവരും കഴിക്കാൻ പോയി. ഞാൻ എന്തായാലും വണ്ടി ഒരു 2 ദിവസം ഫോട്ടോസ് എടുക്കാൻ വേണ്ടി വന്നതാണ്. മഴ പെയ്യാൻ തുടങ്ങി, പെട്ടെന്ന് പോകണം.